ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ലത്തീഫ് മീഡിയ യൂട്യൂബ് ചാനൽ ഓങ്ങല്ലൂർ. അപ്പോൾ ഇന്ന് ബക്രീദ്, ഇന്ന് വലിയ പെരുന്നാൾ. ഇന്ന് അതിൻ്റെ ആഘോഷമായി സംബന്ധിച്ച് കുറച്ച് ചെറുപ്പക്കാരുടെ പള്ളിയിൽ നിന്ന് പിരിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. പള്ളി പിരിഞ്ഞില്ലേ? എങ്ങോട്ടാ യാത്ര? ഇനിയിപ്പോ വീട്ടിൽ പോണം. വീട്ടുകാരൊക്കെ കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അതാണ് പെരുന്നാൾ. അതെ. അത് എല്ലാ കൊല്ലവും ഇതേമാതിരി നമുക്ക് ആയുസും ദീർഘായുസും നേടിത്തരുന്നത് പടച്ചോൻ. വിശേഷം എന്ത് നല്ല വിശേഷം. അങ്ങനെ പോകും. ബാക്കി നമ്മുടെ ചാനലൊക്കെ എല്ലാവരോടും പറയും. തീർച്ചയായും പറയാം. ശരി. അസ്സലാമു അലൈക്കും. വർത്തമാനങ്ങള് എന്നെത്തിയത് 2 മാസമായി. അപ്പൊ പള്ളി പിരിഞ്ഞു, പെരുന്നാളിന്റെ സ്റ്റാർട്ടിങ്ങിലാണ്. ഇപ്പൊ എന്താ അടുത്ത പ്രോഗ്രാം? വീട്ടിൽ തറവാട്ടിൽ പോയിട്ട് അള്ളാഹു ഖൈറും ബർക്കത്തും ചെരിഞ്ഞു തരട്ടെ. എല്ലാവരും ഉണ്ടല്ലോ. എന്താ പള്ളി വരുന്നതിന്റെ ശേഷം എന്താ പരിപാടി അടുത്തത്? അതാണ് മെയിൻ പരിപാടി അല്ലേ? എന്റെ അഭിപ്രായം എന്താ? ഈദായിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടില്ല. എന്തൊക്കെ ഉണ്ടല്ലോ രഞ്ജത്ത്? പിന്നെ പള്ളി തിരിഞ്ഞു വന്നില്ലേ? എന്താ പരിപാടി അടുത്ത്? എന്താ പരിപാടി? വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ കുട്ടികളൊപ്പം സുഖമായിട്ട് ബാക്കി ബിസിനസ്സിലേക്ക് പിന്നെ അതിപ്പോ എത്തി നോക്കണ്ടേ? അന്ന് എത്തി നോക്കി. അപ്പൊ എത്തി നോക്കാൻ നിങ്ങൾ തയ്യാറാക്കി. നമ്മളെപ്പോഴും ആൾക്കാരുടെ നേരെ ഈ കായ്ക്കുമുട്ടി മാത്രം നടന്നിട്ട് കാര്യമില്ലല്ലോ. ആ പൂർവ്വകാലത്തേക്കൊക്കെ ഒന്ന് നിന്ന് നോക്കി. പഴയ സൂപ്പർ സ്റ്റാർ അല്ലേ? ആയിക്കോട്ടെ. നമ്മളെ LP സ്കൂളിലെയും ഒക്കെ വായിക്കാൻ കുത്തിയിട്ട് അറിയാത്ത രീതിയിൽ അവസാനിക്കുമ്പോഴേ പെരുന്നാള് കഴിഞ്ഞിട്ടേ പള്ളി കഴിഞ്ഞിട്ട് ഇറങ്ങിയതാ ഞങ്ങള്. അപ്പളങ്ങളെ കണ്ടത് പള്ളി കഴിഞ്ഞിട്ട് ഇറങ്ങി. വീട്ടിൽ പോവുക, അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുക, റെസ്റ്റ് എടുക്കുക, കുടുംബങ്ങളിലൊക്കെ പോവുക. എല്ലാവരും സന്തോഷത്തോടെ നല്ലൊരു ദിവസമല്ലേ? എല്ലാവർക്കും കുടുംബക്കാരോട് എല്ലാവർക്കും പോകണം. ആദ്യമാണ് തറവാട്ടിൽ പോകണം. പാടങ്ങളിൽ കാണാം. കൈമാറുക. അതാണ് ഇതിന്റെ പേര്. ഇത് ഭക്ഷണം കഴിക്കും കുടുംബത്തിനോടൊത്ത് അല്ലേ? എല്ലാവർക്കും സന്തോഷമാവും. അടുത്ത് അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കിടന്നുറങ്ങുക അല്ലേ? അതെല്ലാവരും ഇപ്പൊ ആഗ്രഹിക്കണതാണല്ലോ അല്ലെ? ഉറക്കൊഴിച്ചിട്ടൊക്കെ ഉണ്ടാവും രാത്രി പെരുന്നാളൊക്കെ അല്ലേ? അപ്പൊ ഇൻഷാ അല്ലാഹ് അപ്പൊ നമ്മള് ചാനലിന്റെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് വന്നത് കേട്ടോ. ഓക്കെ, ശരി. അസ്സലാമു അലൈക്കും. ഈദ് മുബാറക്. പള്ളിയൊക്കെ തിരിഞ്ഞില്ലേ? പള്ളിയൊക്കെ തിരിഞ്ഞു. ഇപ്പൊ അടുത്ത പരിപാടി എന്താ? പരിപാടി ഇവിടെ ഉപയോഗത്ത് നടക്കുന്നുണ്ട്. അതിന് പങ്കെടുക്കുക. അത് കഴിഞ്ഞ് വീട്ടിൽ പോവുക, കഴിക്കുക. ആയിക്കോട്ടെ. പരമാവധി എല്ലാവരും കാണാം. കുടുംബങ്ങളൊക്കെ കുടുംബങ്ങളെല്ലാവരും ഈ സന്ദേശം കൈമാറാം. ഈ സന്ദേശം കൈമാറാം. കുടുംബങ്ങളെയൊക്കെ പോയി കണ്ട് ഭക്ഷണം കഴിച്ച് പല ആൾക്കാരും പല അഭിപ്രായം പറഞ്ഞു. അപ്പൊ ഏതാ നല്ല അഭിപ്രായം? എന്തായാലും പരമാവധി നമ്മുടെ കൂട്ടുകാരെ, നമ്മുടെ കുടുംബക്കാരെ, നമ്മുടെ സൗഹൃദങ്ങൾ പുതുക്കുക. അതാണ് സന്ദേശം. അതാണ് ഈ സന്ദേശം. ഓക്കെ. അപ്പൊ അള്ളാഹു ഖൈറും ബർക്കത്തും ചൊരിഞ്ഞു തരട്ടെ. അവിടെ ഇപ്പൊ പള്ളിയൊക്കെ പിരിഞ്ഞു പോകുന്നു അല്ലേ? ഇപ്പൊ അടുത്ത പ്രോഗ്രാം എന്താ? ഭക്ഷണം കഴിക്കുക, പുട്ടും ബീഫും തിന്നാ കടന്നുറങ്ങുക. അതൊക്കെ തന്നെ പരിപാടി. ഭക്ഷണം കഴിക്കലിന് അടുത്ത പ്രോഗ്രാം. പിന്നെ വിരുന്ന് പോകണം. രാവിലെ പുട്ടും ബീഫും കഴിച്ചു, പള്ളിയിൽ പോയി വന്നു. ഇനി അടുത്ത പരിപാടികള് ഭക്ഷണം കഴിക്കാൻ കടന്നുറങ്ങുക. എല്ലാരും പരിപാടി തന്നെയാണ്. രാവിലെ അതേപോലെ പുട്ടും ബീഫും നിന്നു. ഇനിയിപ്പോ ബിരിയാണി നിന്നാ കുറച്ചേരം വാങ്ങി എന്നിട്ട് വൈകുന്നേരം എവിടെയെങ്കിലും പോവാ. സക്കീർ പറയും. ചാടി കഴിഞ്ഞു, പള്ളിയിൽ പോയി. ഇനിയിപ്പോ ഭക്ഷണം കഴിച്ചിട്ട് പുറത്തു പോകണം. ആയിക്കോട്ടെ.
എല്ലാവർക്കും ദീർഘായുസ് അള്ളാഹു ചൊരിഞ്ഞു തരട്ടെ. ഈദ് മുബാറക്. എല്ലാവരും ഉണ്ടല്ലോ, പള്ളി പിരിഞ്ഞു വരാവൂ അല്ലേ? ഓക്കെ. എന്താ അടുത്ത പരിപാടി? പള്ളി പിരിഞ്ഞു വന്നു, ഇനി അടുത്ത പ്രോഗ്രാം എന്താ? അതാ ചോദിക്കുന്നത്. ഓരോരുത്തരും ഓരോ പരിപാടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ പരിപാടി എന്താ? പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, വെറുതെ ഇരിക്കുന്നു. ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങും. എന്റെ പരിപാടി എന്റെ പരിപാടി എന്താ? വിരുന്നാരോടൊക്കെ പോകണം, ബന്ധുക്കാരോടൊക്കെ വിരുന്ന് പോകണം അല്ലേ? ബന്ധങ്ങളൊക്കെ ഒന്ന് പുതുക്കണം. ബന്ധങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുക, ഈദ് സന്ദേശം കൈമാറണം, കുടുംബങ്ങളെയൊക്കെ യോജിപ്പിച്ചു അല്ലേ? ഓക്കെ, താങ്ക് യു. എന്താ വെച്ചാല് രാവിലെ ഭക്ഷണം കഴിക്കലേ കഴിഞ്ഞു, പള്ളിയിൽ പോയി വന്നു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പോയി ഭക്ഷണം കഴിക്കണം. ഇപ്പൊ കൂട്ടുകാരൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. എല്ലാരും കണ്ടു, ഈദ് ആശംസിച്ചു. നിങ്ങളെ ടീമിലേക്ക് ഈദ് ആശംസ നേരുന്നു. ആയിക്കോട്ടെ, താങ്ക് യു. മാത്രമേ പറഞ്ഞോളൂ. ഓക്കെ.